everyone, welcome back to my YouTube channel. ഇന്ന് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ ഓർത്താണ് ഇരിക്കുന്നത്. പക്ഷെ എനിക്ക് ഭയങ്കര മടി വരുന്നു. ഇന്ന് രാവിലെ എനിക്ക് പണിയുണ്ട്. അപ്പം നമ്മൾ വേഗം റെഡിയായി പണിക്ക് പോകാൻ പോവാണ്. അപ്പം നമുക്ക് പല്ലൊക്കെ തേച്ച് വേഗം റെഡിയാവാം, അല്ലെങ്കിൽ നമുക്ക് സമയം പോകും. നമ്മൾ പലക്ക് തേച്ച് റെഡിയായി കുളിച്ചൊക്കെ കഴിഞ്ഞ് ഇറങ്ങി കുളിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എന്തൊരു ആശ്വാസം എന്ന് പറയാം. ഇനി നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് പോയി ഒരു ഡ്രസ്സ് പിക്ക് ചെയ്യുക. അതാണ് എൻ്റെ ഏറ്റവും സമയം എടുക്കുന്ന ഒരു പരിപാടി. ഡ്രസ്സ് പിക്ക് ചെയ്യുക, പിന്നെ റെഡിയാവുക. അപ്പോൾ നമുക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, റെഡിയാവും, നമ്മൾ പണിക്ക് പോകും. അപ്പോൾ നമുക്ക് അതൊക്കെ ചെയ്യാം. ഒരു 10-15 മിനിറ്റ് ആലോചിച്ച് ഇനി ഇടണം എന്ന് ആലോചിച്ച് അവസാനം ഞാൻ ഒരു ഹുഡിയും ജീൻസിടാൻ തീരുമാനിച്ചു. ടെക്നിക്കലി ഞാനിത് വെള്ളിയാഴ്ച മാത്രമേ ഇടാൻ പാടുള്ളൂ. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ആണെങ്കിൽ ഇങ്ങനത്തെ ഡ്രസ്സല്ല ഇട്ട്, അതുകൊണ്ട് ഇന്ന് ഞാൻ ഇടാൻ വിചാരിച്ചു. ഞങ്ങൾക്ക് ടെക്നിക്കലി ഫ്രൈഡേ മാത്രമാണ് ക്യാഷിലിടാൻ പറ്റുന്നത് കേട്ടോ. ബാക്കിയുള്ള ദിവസവും ബിസിനസ് ക്യാഷിലാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ഇട്ടില്ല, അതുകൊണ്ട് ഈ വെള്ളിയാഴ്ച നമ്മൾ അല്ല ഇന്ന് ഇടാൻ പോകും. അപ്പോൾ 7:30 ആകുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. അതുകൊണ്ട് നമുക്ക് വേഗം റെഡിയാകും. മസ്കാര ഇട്ടു എൻ്റെ പിരിവൊന്ന് സെറ്റാക്കി നമ്മളിപ്പോൾ അത്ര ചെയ്യുന്നുള്ളൂ. എനിക്ക് ഇതിക്കുള്ള ചെയ്യാനുള്ള പേഷ്യൻസ് ഒന്നുമില്ല. ഇനി നമ്മൾ സൺസ്ക്രീൻ ഇടും, വേഗം പോയി എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നമുക്ക് ആദ്യം മുടി സ്ട്രൈറ്റ് ചെയ്യാം. എൻ്റെ മുടി ഭയങ്കര വൃത്തിയായിട്ട് കിടക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് നമുക്ക് മുടി സ്ട്രൈറ്റ് ചെയ്യാം. വ്ളോഗും മുടിയും കൂടെ ചെയ്താൽ ഇന്നൊന്നും ചേർക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ വേഗം മുടി സ്ട്രൈറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതാണ് എൻ്റെ ഫൈനൽ റിസൾട്ട്. ഞാൻ മുടി മൊത്തം സ്ട്രൈറ്റ് ചെയ്തു. ഇപ്പോൾ കുറച്ചുകൂടെ മെനയുണ്ട് കാണാൻ. അപ്പോൾ നമ്മളിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പണിക്ക് പോകും. അപ്പം വേഗം പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും എടുക്കട്ടെ, വലിയ സമയം കിട്ടില്ല. നമ്മൾ ലഞ്ച് എടുക്കാൻ പോവാണ്. 8 മണിക്കൂറാണ് ജോലി. അപ്പോൾ നമുക്ക് ഇന്ന് ലഞ്ച് കഴിക്കണമല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി വെച്ച ചോറും ചിക്കൻ കറിയും ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത് കൊണ്ടുപോകാം. ഇത് എൻ്റെ ചോറും എൻ്റെ ചിക്കൻ കറി പിന്നെ പഴം. അപ്പോൾ നമുക്ക് പോകാനുള്ള എല്ലാം റെഡിയായി. നമ്മളും റെഡിയായി. നമ്മൾ ബാഗ് എടുക്കും, കീ എടുക്കും, പോകും. എനിക്ക് ആക്ച്വലി ഒരു ലഞ്ച് ബാഗ് ഉണ്ടായിരുന്നു, പക്ഷെ എവിടെ പോയി എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് നമ്മളെല്ലാം ഇതിൻ്റെ ഉള്ളിൽ കൊത്തിക്കിട്ടു. ബൈ ടീമേൻ, ബൈ ടീമേൻ, ബൈ ടീച്ചനോ കേട്ടോ. Tata. Tata, I love you. ഗായ്സ്, അപ്പം എനിക്കുണ്ടല്ലോ രാവിലെ എനിക്ക് കഴിയുമ്പം സാധാരണ ഭയങ്കര സംസാരിക്കാൻ പറ്റത്തില്ല. ഞാനൊരു മോർണിംഗ് പേഴ്സൺ അല്ല, പക്ഷെ രാവിലെ എനിക്ക് ഇപ്പം ഇത്ര നേരം ആയതുകൊണ്ട് കുഴപ്പമില്ല. സമയം ഇപ്പം നിലവിൽ 8:12 8:30 നമുക്ക് ജോലിക്ക് കയറണം. പക്ഷേ ഇവിടെ നിന്നൊരു 15 മിനിറ്റ് ഉണ്ട്. ഞാൻ ലേറ്റായി. എന്നാൽ നമുക്ക് കാപ്പി കുടിക്കണം കേട്ടോ. കാപ്പി കുടിക്കേണ്ട ഒരു പരിപാടിയില്ല. ഡ്രൈവ് ത്രൂ കയറാൻ ഓർത്താണ് വന്നത്, പക്ഷേ ഭയങ്കര തിരക്ക്. അപ്പോൾ ഡ്രൈവ് ത്രൂ നിന്നാൽ ഉറപ്പായിട്ടും 100% ഞാൻ വീട്ടിൽ എത്തത്തില്ല. സ്ഥലത്തെത്തത്തില്ല. ഓ കർത്താവേ, ഡ്രൈവ് ത്രൂ നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ ലേറ്റ് ആകും. കറക്റ്റ് സമയത്ത് ഞങ്ങൾ ജോലി സ്ഥലത്ത് എത്തത്തില്ല. അതുകൊണ്ട് ജിഷ ഉള്ളിൽ പോയി കാപ്പി മേടിക്കാൻ പോയി ജോലി സ്ഥലത്ത് എനിക്ക് ഇങ്ങനെ റെക്കോർഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല. കാരണം എൻ്റെ ഓഫീസിൽ തന്നെ വേറെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം അതൊന്നും ശരിയല്ലോ, ക്യാമറയും നോക്കി കൊണ്ട് ചെല്ലുന്നത്. അതുകൊണ്ട് ഞാൻ മോസ്റ്റ് പ്രോബ്ലി എടുക്കുകയല്ലായിരിക്കും. പക്ഷെ പണ്ട് ഞാൻ ആണെങ്കിൽ ആദ്യം യൂട്യൂബ് എടുക്കാൻ തുടങ്ങിയ സമയത്ത് എടുക്കാൻ സമയത്ത് ഓഫീസൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഓഫീസൊക്കെ ഷൂട്ട് ചെയ്തത് ഞാൻ കാണിച്ചുതരാം. എനിക്ക് ഒത്തിരി ഒന്നും കാണിക്കാൻ പറ്റത്തില്ല, പക്ഷേ എൻ്റെ ഞാൻ കാണിച്ചുതരാം. അതാണ് എൻ്റെ ഡെസ്ക്. ഭയങ്കര വൃത്തിയായിട്ട് കിടക്കുന്നത്. ഞാൻ അങ്ങനെ വൃത്തിയായിട്ട് ക്ലീനാക്കാറൊന്നുമില്ല. പിന്നെ ഇതാണ് ഞങ്ങളുടെ ഓഫീസ്. ഇത് വേറൊരാളുടെ ഓഫീസ്. ഓടിച്ചു വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇത് കഴിഞ്ഞ് കാപ്പി കുടിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ ജോലിക്ക് കയറും. ജോലിക്ക് കയറി കഴിഞ്ഞ് എല്ലാ ജോലിയും കഴിഞ്ഞിറങ്ങുമ്പോൾ ഞാൻ നിങ്ങളെ കാണുന്നില്ല. ഹായ് ഗായ്സ്, അപ്പം സമയം ഇപ്പം 4:58 ഞങ്ങൾ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോകുവാണ്. ഞാൻ ആക്ച്വലി വ്ളോഗ് ചെയ്യുന്നവർ മറന്നു വരുന്നത്. ഇപ്പം ഞങ്ങളിവിടെ എന്തോ സംസാരിച്ചിരുന്നപ്പം വ്ളോഗ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത് ഞാൻ വ്ളോഗ് ചെയ്യുന്നില്ല.
ഇനി ജോലി കഴിഞ്ഞ് ഞങ്ങളൊരു മോളിലോട്ട് പോവാണ്. എനിക്ക് വ്യാഴാഴ്ച ഒരു ഇവൻ്റ് ഉണ്ട്, അപ്പം അതിനൊരു നീല ഡ്രസ്സ് എടുക്കണം. അപ്പം നമ്മൾ നീല ഡ്രസ്സും തപ്പി പോവാണ്. മാർഷൽസിലും RW1Co എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട്. ഈ 2 കടയിലും പോയി നമ്മൾ നീല ഡ്രസ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തപ്പിക്കനുസരിക്കണം. എന്നിട്ട് നമ്മളത് കഴിഞ്ഞ് വീട്ടിൽ പോകും. ഞങ്ങൾ ഇവിടെ എല്ലാം കഴിഞ്ഞ് കടയിലെത്തി കഴിയുമ്പോൾ കാണിച്ചു. ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് ഇവിടെ നിറച്ച് വിൻ്റർ ജാക്കറ്റുകളാണ്. ഒത്തിരി ടൈപ്പിലുണ്ട്. കണ്ടു. പക്ഷെ നമ്മളിവിടെ ഒരു ബ്ലൂ കളർ ഡ്രസ്സ് നോക്കാനുണ്ട്. നല്ല രസം കാണാൻ. എത്രയടി? 129 ഉള്ളൂ. നമ്മൾ പക്ഷെ ബ്ലൂ ഡ്രസ്സ് നോക്കാനാണ് വന്നേ. ഓ, ഇത് വേണം ഇടാലോ. $50. നമ്മളുള്ള ചീപ്പാണ് ഗൈസ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ 2 ഡ്രസ്സ് ഇട്ട് നോക്കിയായിരുന്നു. അതിലെനിക്ക് ഒരെണ്ണം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ മിക്കവാറും അതായിരിക്കും എടുക്കുന്നത്. ഈ ബ്ലൂ ആണ് നമ്മൾ എടുത്തത്. ഈ ബ്ലൂ ശരിക്കും ഭയങ്കര റോയൽ ബ്ലൂ ആണ്, പക്ഷെ ഇത് കുറച്ചുകൂടി ഒരു ആഷി ബ്ലൂ ആണ്. പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് നമ്മളതാണ് എടുക്കാൻ പോകുന്നത്. ഓൾസോ ഇത് കേട്ടോ, അടിപൊളിയായിട്ടില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മളിത് പോയി മേടിച്ചിട്ട് വരാം. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നിപ്പോൾ 6:58 മണിയായി. ഞാൻ വർക്കൗട്ടിന് പോകണമെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ നമുക്ക് സമയം പോയതുകൊണ്ട് നമ്മളിങ്ങനെ ഡ്രസ്സൊക്കെ മാറി ഫുഡൊക്കെ കഴിച്ച് ഞാൻ കിടന്നത്. അപ്പം ഇത്രേ ഉള്ളൂ എൻ്റെ ഒരു ദിവസം. ഭയങ്കര ചെറിയ ദിവസമായി പോയിട്ട് ഇതിൽ അടിപൊളിയായിട്ട് വേറെ ദിവസം എടുക്കുന്നതായിരിക്കും കേട്ടോ. ചെറിയ വ്ളോഗായിരിക്കും, പക്ഷെ അല്ല ഇതാണ് എൻ്റെ ഒറിജിനൽ. അതുകൊണ്ട് എനിക്ക് എക്സ്ട്രാ ടൈം കാണാൻ പറ്റും. നടക്കുന്നല്ലേ കാണാൻ പറ്റും, കാണാൻ പറ്റത്തുള്ളൂ. നോക്കി പിശിഷാണോ?